ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുക. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക, അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 250 ml കപ്പിനാണ് അരിപ്പൊടി അളവെടുത്തിരിക്കുന്നത്. നമ്മൾ എന്തിന് വേണമെങ്കിലും അളവെടുക്കട്ടോ. എല്ലാ അളവിനും ആ കപ്പ് തന്നെ ഉപയോഗിച്ചാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിലേക്ക് 1 കപ്പ് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ കപ്പിന് തന്നെ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോറ് അന്ന് വെച്ചതായാലും തലേന്ന് വെച്ചതായാലും ഒന്നും കുഴപ്പമില്ല. 1 കപ്പ് ചോറ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ സ്കിപ്പായി പോയൊരു സാധനം ഉണ്ട് കേട്ടോ. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലിടാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇത് നല്ലോണം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, പൊടിക്ക് കുഴപ്പമൊന്നും വരില്ല, മിക്സിൻ്റെ ബ്ലേഡിന് എന്തെങ്കിലും സംഭവിക്കുമോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ മിക്സിൻ്റെ ബ്ലേഡ് കറങ്ങാൻ കുറച്ച് പ്രയാസമായിരിക്കാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വേറൊരു ബൗളിലേക്ക് എല്ലാം കൂടി മിക്സ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ മിക്സിൻ്റെ ജാറൊക്കെ തന്നെ ഇട്ട് കൊടുത്തിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലതും വേറൊരു ബൗളിൽ വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേ ഒരു പരുവത്തിൽ നല്ലോണം പിന്നെ അരച്ചെടുക്കുക. എന്താ പറയുക, തരി ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. പിന്നെ മിക്സിൻ്റെ ജാറിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ലൂസായിട്ടാണ് മാവ് എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ടൈറ്റായിട്ടാണെന്ന് തോന്നി. അപ്പോൾ ഇതാ ഒരു 2-3 ടേബിൾ സ്പൂണും കൂടി വെള്ളം ഞാൻ മിക്സിൻ്റെ ജാറിൽ ഒന്ന് ചുഴറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ മാവ് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ മാവൊക്കെ നല്ലോണം റെഡി ആയിട്ട് വരും. പിന്നെ നമുക്ക് ഇത് ഏത് പാനിൽ വേണമെങ്കിലും ചുട്ടെടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ ഇരുമ്പിൻ്റെ കല്ലിലോ എന്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു എളുപ്പത്തിന് എണ്ണ ഒന്നും ഉപയോഗിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. ഇരുമ്പ് കല്ലിലാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് എണ്ണ തൂവി കൊടുത്തതിന് ശേഷം പിന്നെ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരിക്കും കേട്ടോ. ചിലവർക്ക് ഈ ഉഴുന്ന് ദോശയൊക്കെ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും ചിലവരൊക്കെ കേട്ടോ. ഈ ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കറിയായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കുറേ മുന്നേ കാണിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നല്ല തൂമിച്ചിട്ട് നമ്മൾ മിക്സൊക്കെ ഇട്ടെടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ അടുപ്പത്ത് ഓരോ അപ്പങ്ങളായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. തോനെ നേരമൊന്നും വേണ്ട ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. 3-4 എന്താ പറയുക, കുറച്ച് നേരം മതി. ഒരു 2 സെക്കൻഡ് ആദ്യം നമ്മൾ ഇത് മൂടി കൊടുക്കരുത് കേട്ടോ. ഇത് ഒന്നും ഇങ്ങോട്ട് വീർത്ത് വരും, ഒന്ന് സോഫ്റ്റായി കിട്ടും. അതിൻ്റെ ശേഷം മാത്രം ഇത് മൂടി കൊടുത്താൽ മതി. ഇത് പരത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നല്ല ചൂടോടെ തന്നെ പരത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പരന്ന് കിട്ടൂല കേട്ടോ. നമ്മളെ കയ്യിലിമ്മൽ ഇങ്ങോട്ട് തന്നെ പോരും. അപ്പോൾ അത് ചട്ടിയൊക്കെ ഒന്ന് തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിത് പരത്തി കൊടുക്കുമ്പോൾ തീ കുറച്ച് വെക്കുക. അതിൻ്റെ ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമൊക്കെ ആക്കിയിട്ട് വേവിച്ചെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് നേരം 2 സെക്കൻഡ് മൂടി തുറന്ന് വെച്ചതിന് ശേഷം പിന്നെ അത് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലോണം മൊരിയിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുക, അല്ലാതെ നമുക്ക് എടുക്കാം കേട്ടോ. മൊരിയിച്ചിട്ട് എടുക്കുമ്പോൾ എന്താണെന്ന് നമ്മൾ നെയ്റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു കളറ് വരില്ല, അതേമാതിരത്തെ ഒരു കളറിൽ കിട്ടും കേട്ടോ. ഇത് എത്ര വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാനും കഴിയും. അപ്പോൾ പിന്നെ നിങ്ങളോടൊക്കെ എപ്പോഴും പറയണ മാതിരി തന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിലും പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനൊക്കെ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ പറയുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഈ അപ്പത്തിൻ്റെ വീഡിയോ കുഞ്ഞു വീഡിയോ അല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ.
അപ്പോൾ ഞാൻ എല്ലാ അപ്പം ഇതേപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഞാൻ കണ്ടില്ല, ഇതിപ്പോൾ ഞാൻ കുറച്ച് അത്യാവശ്യം മൊരിഞ്ഞ മാതിരിയാണ് ഞാൻ ഈ ദോശ എടുക്കണത് കേട്ടോ. ഇങ്ങനെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല കട്ടൻ ചായ ഇതേമാതിരി അപ്പം ചുട്ടെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓരോരുത്തർ ട്യൂഷനും ഒക്കെ പോണവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ചായയും കടിയൊക്കെ എടുത്തെടുത്ത് തുടങ്ങിയിട്ടോ ചൂടോടെ തന്നെ. അപ്പോൾ എല്ലാവരും ചാനൽ കാണാം. എന്താ പറയുക, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.